കൊറ്റൻകുളങ്ങര സരോവരം ചാരിറ്റബിൾ സൊസൈറ്റി ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ചവറ കൊറ്റൻകുളങ്ങര സരോവരം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. സ്വകാര്യ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയായിരുന്നു ക്യാമ്പ്. ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെ സുരേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. സരോവരം പ്രസിഡന്റ് ശാന്തിയിൽ മോഹനൻ പിള്ള അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജയകൃഷ്ണൻ വിളയിൽ സ്വാഗതം പറഞ്ഞു. ഡോക്ടർ ഗോകുൽ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. പല എൻസൈംസും പല എൻഡോക്രൈൻ ഗ്രന്ഥികളും വർക്ക് ചെയ്യണേ കൊളസ്ട്രോൾ ഉണ്ടായാലേ പറ്റത്തുള്ളൂ. ഒരു മിനിമം ലെവലിൽ കൂടുമ്പോഴാണ് കൊളസ്ട്രോൾ അപകടകാരിയാവുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു PVC പൈപ്പിനകത്ത് വന്ന് കൊളസ്ട്രോൾ വന്ന് അടിഞ്ഞ് ബ്ലോക്ക് ഉണ്ടാകുന്നതോടല്ല രക്തോട്ടം കുറയുന്നത്. നമ്മുടെ രക്തക്കുഴലിന്റെ അകത്തെ പാളിക്ക് അൾസറേഷൻ വന്നിട്ട് അതിൽ നിന്നാണ് എപ്പോഴും ഒരു ബ്ലോക്ക് ഉണ്ടാവുന്നത്. അത് കൊളസ്ട്രോൾ മാത്രമല്ല, കാരണം അതിൽ LDL എന്ന് പറയുന്ന സാധനം വന്ന് അടിഞ്ഞിട്ടാണ് അത് ശരിക്കും ഒരു ബ്ലോക്ക് ഉണ്ടാക്കുന്നത്. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഞാൻ പഠിക്കുമ്പോഴൊക്കെ കൊളസ്ട്രോൾ ലെവൽ 250 ആയിരുന്നു നോർമൽ. അന്ന് ഹാർട്ട് അറ്റാക്ക് റേറ്റ് ഇത്രയില്ല, പോപ്പുലേഷൻ കുറവാണ്. എന്നാലും കമ്പയർ ടു പെർസെൻറ്റേജ് എടുക്കുമ്പോൾ അന്ന് ഇത്രയും ഹാർട്ട് ഡിസീസ് ഇല്ല. അത് കഴിഞ്ഞ് ഏതാണ്ടോ ഞാൻ പഠിച്ച് ഒരു 2000 ഒക്കെ ആയപ്പോഴത്തേക്ക് കൊളസ്ട്രോൾ ലെവൽ 220 ആക്കി. ഷുഗർ ലെവൽ അന്ന് 130 എന്നുള്ള 120 ആക്കി. അത് കഴിഞ്ഞ് ഒരു 5 വർഷം കഴിഞ്ഞപ്പോൾ കൊളസ്ട്രോൾ ലെവൽ 200 ആക്കി. അത് കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ചുകൂടെ ഇപ്പോഴ വളരെ കൂടുതലാണ്. ഹൃദയാഘാതം വരുന്നത് വളരെ കൂടുതലാണ് പെർസെന്റേജ് നോക്കുമ്പോൾ. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് CP സുധീഷ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജിജി, എഴുത്തുകാരി സ്വപ്ന S കുഴിത്തടം, അംബികാദേവി, സുകേഷ് കിടങ്ങേൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.